ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല്ലിനെ കുറിച്ചിട്ടാണ്. അതായത് പുഴുപ്പല്ല്. കുട്ടികളിലൊക്കെയാണ് സാധാരണ ഈ പുഴുപ്പല്ല് ധാരാളമായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഒരുപാട് വയസ്സായവരിലും ഒക്കെ കണ്ടുവരാറുണ്ട്. പല്ല് കേടാവുക, പല്ലിന് ഹോൾസ് ഉണ്ടാവുക, ഭയങ്കരമായിട്ട് പല്ല് വേദനിക്കുക. അപ്പം ഇതിനൊക്കെയുള്ള നല്ലൊരു ഹോം ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പം ഇതിനായിട്ട് ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ഒരു ആവശ്യമില്ല. വെറും രണ്ട് സാധനങ്ങൾ, അതും നമ്മുടെ വീട്ടിൽ ധാരാളമായിട്ട് കിട്ടുന്ന അത് ഉപയോഗിച്ചു കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു തരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു 10-15 മണി കുരുമുളകും ഒരല്പം ഉപ്പും മാത്രമാണ് ആവശ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതുപോലെ ഒരു ചെറിയ ഉരലെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഈ കുരുമുളക് ഇട്ട ശേഷം നല്ലതുപോലെ ഇടിച്ച് പൗഡറാക്കി എടുക്കുക. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ കുരുമുളക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രഷായിട്ട് കിട്ടുമ്പോൾ ആ ഉണങ്ങിയ കുരുമുളക് അപ്പം തന്നെ ഇടിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല, പൊടിച്ചു വെച്ച പൗഡറാണുള്ളതെങ്കിൽ അങ്ങനെ എടുത്തേക്കുക. എങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ ഫലം കിട്ടും. ഒരുപാട് നൈസായിട്ട് പൊടിയണമെന്നില്ല, അത്യാവശ്യം ഒന്ന് പൗഡറായി കിട്ടിയാൽ മതിയാവും. ഇതുപോലത്തെ ചെറിയ ഉരുളിലിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൗഡറാക്കി എടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മിക്കല്ലിലൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. 1/4 ടീസ്പൂണോളം വേണ്ട, അതിൻ്റെ കുറച്ചുകൂടെ താഴെ ലെവലെടുത്താൽ മതിയാവും. എന്നിട്ട് ഈ ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 10-15 മണി കുരുമുളക്, അത്രയാണ് ആവശ്യമുള്ളൂ. ഒരുപാടൊന്നും വേണ്ട. ഇത് കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഉപ്പും കുരുമുളകും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് പേസ്റ്റ് ആക്കാനായിട്ട് ഇതിനോട്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഒരുപാടൊന്നും ചേർക്കണ്ട, ഒരു 4 തുള്ളി വെള്ളമൊക്കെ മതിയാവും. അത്രേ വേണ്ടുള്ളൂ ഇത് പേസ്റ്റ് ആവാൻ. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് നമ്മൾ കവിളിൻ്റെ ആ ഒരു വശത്തായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആവട്ടെ, കുഴമ്പ് പോലെ. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതിന് നിങ്ങൾ കുറച്ചെടുത്ത ശേഷം നമ്മൾ വായിൻ്റെ ഉള്ളിലല്ല ഇത് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വായിൻ്റെ ഉള്ളിൽ ഈ ഏത് പല്ലാണോ കേടായിരിക്കുന്നത്, ഈ പുഴുപ്പല്ലായിട്ട് ഇരിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പുറത്ത്, നമ്മുടെ കവിളിൻ്റെ പുറത്തായിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഉള്ളിലല്ല. ആ കേടായ പല്ല് ഉൾവശത്ത് എവിടെയായിട്ടാണോ ഉള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് പുറമേ ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം മസാജ് ചെയ്യുക. അങ്ങനെ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ വായിലോട്ട് ഉമിനീരിറങ്ങി വരും, ധാരാളം ഉമിനീരിറങ്ങി വരും. അപ്പോൾ ആ ഉമിനീര് നിങ്ങളെ ഇറക്കാൻ പാടില്ല, അത് തുപ്പിക്കളയണം. ആ ഉമിനീരിനകത്ത് ചെറിയ കൃമി പോലുള്ള വെളുത്ത പുഴുക്കളെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഉമിനീര് വരുന്നതിനനുസരിച്ച് നിങ്ങളത് തുപ്പി കളഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ വായൊന്ന് കഴുകുക. ഇങ്ങനെ ഒരൊറ്റ തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പല്ല് കേടാവത്തേയില്ല, പുഴുപ്പല്ല് നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവുകയില്ല. ഇത് വായിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഈ പുഴുക്കളെ കാണാനായിട്ട് പറ്റുക, നിങ്ങൾ പുറമെ അപ്ലൈ ചെയ്ത സൈഡിലായിട്ടും ഈ പുഴുക്കളെ കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരവസരത്തിൽ വീണ്ടും ഉപകാരപ്രദമായൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.